Hi all, welcome to another episode of Shrudi's Learning Square. Shrudi's Learning Squareലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. നമുക്ക് മെയ് മാസത്തിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ മെയ് 1 മെയ് 1 എല്ലാവർക്കും അറിയായിരിക്കും, ഇൻ്റർനാഷണൽ ലേബേഴ്സ് ഡേ ആണ്, ലോക തൊഴിലാളി ദിനമാണ് മെയ് 1 എന്ന് പറയുന്നത് അല്ലേ. ഇനി മെയ് 3 നോക്കാം. ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. മെയ് 3 നമ്മൾ ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി അതിൻ്റെ തീം എന്താണ്? ജേർണലിസം വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. എന്താണ് തീം? ജേർണലിസം വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ ആണ്. ഇനി മെയ് 5 ലോക ആസ്മ ദിനമാണ്. മെയ് 5 ലോക ആസ്മ ദിനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീം എന്താ? മതി ആസ്മ മരണങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ തീം വരുന്നത്. അതേപോലെ തന്നെ മെയ് 5 എന്ന് പറയുന്നത് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ കൂടിയാണ്. മെയ് 5 വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് സേവ് ലൈഫ്സ് ക്ലീൻ യുവർ ഹാൻഡ്സ്. എന്താണ്? സേവ് ലൈഫ്സ് ക്ലീൻ യുവർ ഹാൻഡ്സ്. അപ്പോൾ മെയ് 5 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കോവിഡ് സിറ്റുവേഷൻ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. മെയ് 5 വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ. തീം എന്താ? സേവ് ലൈഫ്സ് ക്ലീൻ യുവർ ഹാൻഡ്സ്. നെക്സ്റ്റ് വൺ നോക്കാം. മെയ് 9 മെയ് 9 ദേശാടന പക്ഷി ദിനമാണ്. മെയ് 9 ദേശാടന പക്ഷി ദിനമാണ്. അപ്പോൾ തീം എന്ന് പറയുന്നത് ബേർഡ്സ് കണക്റ്റ് അവർ വേൾഡ്. ബേർഡ്സ് നമ്മുടെ വേൾഡ് കണക്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ തീം പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മെയ് 9 ദേശാടന പക്ഷി ദിനമാണ്. അതിൻ്റെ തീം എന്താണ്? ബേർഡ്സ് കണക്റ്റ് അവർ വേൾഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നോക്കാം. മെയ് 12 ലോക നേഴ്സസ് ദിനമാണ്. മെയ് 12 എന്ന് പറയുന്നത് നേഴ്സിംഗ് ദി വേൾഡ് ടു ഹെൽത്ത് എന്നുള്ളതാണ് അതിൻ്റെ തീം. എന്താണ് തീം? നേഴ്സിംഗ് ദി വേൾഡ് ടു ഹെൽത്ത്. നെക്സ്റ്റ് വൺ നോക്കാം. മെയ് 21 ആണ്. മെയ് 21 നാഷണൽ ആൻറ്റി ടെററിസം ഡേ ആണ്. മെയ് 21 കേട്ടോ. മെയ് 21 നാഷണൽ ആൻറ്റി ടെററിസം ഡേ ആണ്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ഓക്കെ, മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. അതിൻ്റെ തീം എന്താണ്? അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. എന്താണ് അതിൻ്റെ തീം? അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. അടുത്ത് നോക്കാം. മെയ് 31 ആണ്. വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. മെയ് 31. മെയ് 31 എന്താണ്? വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. എം കേരള ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗണിന് ശേഷം വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടെ തിരക്ക് കുറയ്ക്കാനുള്ളൊരു ആപ്പാണ് മെയിനായിട്ട് എം കേരള ആപ്പ്. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടെ തിരക്ക് കുറയ്ക്കാനുള്ള ആപ്പാണ് എം കേരള ആപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത് നോക്കാം. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വിശ്വാസ് മേത്ത. ആരാണ് സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി? ആരാണ്? ഡോക്ടർ വിശ്വാസ് മേത്ത. അടുത്തത് ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് ഏറ്റവും പ്രതിഫലം പറ്റുന്ന പുരുഷ താരമാരാണ്? റോജർ ഫെഡറർ ആണ് കേട്ടോ. ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് ഏറ്റവും പ്രതിഫലം പറ്റുന്ന പുരുഷ താരമാരാണ്? റോജർ ഫെഡറർ. നെക്സ്റ്റ് വൺ നോക്കാം. ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് ഏറ്റവും പ്രതിഫലം പറ്റുന്ന വനിതാ താരം നവോമി ഒസാക്കയാണ്. ആരാണ്? നവോമി ഒസാക്ക. ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് ഏറ്റവും പ്രതിഫലം പറ്റുന്ന വനിതാ താരമാരാണ്? നവോമി ഒസാക്ക. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് രാജ്യമാണ് ചാട്ടവാറടി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്? സൗദി അറേബ്യയാണ് കേട്ടോ. ഏത് രാജ്യമാണ് ചാട്ടവാറടി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്? സൗദി അറേബ്യ. അടുത്തത് ഉംപുൻ ചുഴലിക്കാറ്റ് പേര് നൽകിയ രാജ്യം ഏതാണ്? ഉംപുൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലാൻഡാണ്. അപ്പോൾ നമുക്കറിയാം ഉംപുൻ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപം കൊള്ളണതാണ് ഉംപുൻ ചുഴലിക്കാറ്റ്. ഓക്കെ, അപ്പോൾ ഉംപുൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലാൻഡാണ്. അടുത്ത് നോക്കാം. നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ചിന്താല ഗോവിന്ദ രണമുലു ആണ്. ആരാണ്? ചിന്താല ഗോവിന്ദ രണമുലു. നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ചിന്താല ഗോവിന്ദ രണമുലു. നബാർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ. അഗ്രികൾച്ചറിൻ്റെ ഒക്കെ. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് നോക്കാം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ അകപ്പെട്ട ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായി പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? എക്സിറ്റ് ആപ്പാണ് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ അകപ്പെട്ട ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായി പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? എക്സിറ്റ് ആപ്പ്.
അടുത്ത് നോക്കാം, കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്കും വേണ്ടി KSFE വഴി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജ് ഏതാണ്? ജീവനം സൗഹൃദ പാക്കേജാണ് കേട്ടോ, ഓർത്തു വയ്ക്കുക. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്കും വേണ്ടി KSFE വഴി കേരള സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പാക്കേജ് ഏതാണ്? ജീവനം സൗഹൃദ പാക്കേജ്. അടുത്ത് നോക്കാം, രാജ്യത്ത് ആദ്യമായി കേന്ദ്ര സർക്കാർ ഏകീകൃത മത്സ്യബന്ധന നയം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? രാജ്യത്ത് ആദ്യമായി കേന്ദ്ര സർക്കാർ ഏകീകൃത മത്സ്യബന്ധന നയം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? നീല സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക. എന്താ കാര്യം? നീല സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക. അടുത്ത് നോക്കാം, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PME വിദ്യ. ഒന്നുകൂടെ പറയാം, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PME വിദ്യ. നെക്സ്റ്റ് വൺ നോക്കാം, ഓപ്പറേഷൻ സമുദ്ര സേതു. കോവിഡ് മൂലം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു, അല്ലേ? സമുദ്ര സേതു. കോവിഡ് മൂലം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. അടുത്ത് നോക്കാം, വന്ദേ ഭാരതാണ്. കോവിഡ് മൂലം കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സ് മിഷനാണ് കേട്ടോ വന്ദേ ഭാരത്. ഓക്കെ, കോവിഡ് മൂലം കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സ് മിഷനാണ് വന്ദേ ഭാരത്. അടുത്ത് നോക്കാം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായി ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? പ്രവാസി രഹത് മിത്ര. ഓക്കെ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായി ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? പ്രവാസി രഹത് മിത്രയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം, IT ഡൽഹിയുടെ സ്റ്റാർട്ടപ്പായ നാനോ സേഫ് സൊല്യൂഷൻസ് വികസിപ്പിച്ച ആൻറ്റി മൈക്രോബിയൽ ആൻഡ് വാഷബിൾ ഫേസ് മാസ്ക് ഏതാണ്? N-Safe ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം, 2021 നടക്കുന്ന ഫിഫ അണ്ടർ-17 വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. 2021 നടക്കുന്ന ഫിഫ അണ്ടർ-17 വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്ത് നോക്കാം, വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ETI കേട്ടോ. ETI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 74. വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 74. നെക്സ്റ്റ് വൺ നോക്കാം, സെൻട്രൽ അമേരിക്കയിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം ഏതാണ്? കോസ്റ്റാറിക്കയാണ് കേട്ടോ. സെൻട്രൽ അമേരിക്കയിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം ഏതാണ്? കോസ്റ്റാറിക്ക. അടുത്ത് നോക്കാം, 2020 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ഗ്ലോബൽ ക്യാമ്പയിൻ എന്താണ്? #ടൊബാക്കോ എക്സ്പോസ്ഡ്. എന്താണ്? #ടൊബാക്കോ എക്സ്പോസ്ഡ്. അപ്പോൾ 2020 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ഗ്ലോബൽ ക്യാമ്പയിൻ എന്താണ്? #ടൊബാക്കോ എക്സ്പോസ്ഡ്. അടുത്ത് നോക്കാം, തൈവാൻ്റെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനായത് ആരാണ്? സായ് ഇൻ വെൻ. ആരാണ്? സായ് ഇൻ വെൻ. തൈവാൻ്റെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനായത് സായ് ഇൻ വെൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, റിപ്പബ്ലിക് ഓഫ് നൈജറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആരാണ്? റിപ്പബ്ലിക് ഓഫ് നൈജറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആരാണ്? പ്രേം കെ നായർ. ആരാണ്? പ്രേം കെ നായർ. നെക്സ്റ്റ് വൺ നോക്കാം, സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് നഴ്സിംഗ് 2020 പ്രസിദ്ധീകരിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ആണ് കേട്ടോ. സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് നഴ്സിംഗ് 2020 പ്രസിദ്ധീകരിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അടുത്ത് നോക്കാം, കൊറോണ വൈറസ് വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്ലൊവേനിയ. ഏതാണ്? സ്ലൊവേനിയ. കൊറോണ വൈറസ് വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്ലൊവേനിയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം, 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്. ഓക്കെ, അതിൻ്റെ പ്രമേയം എന്താണ്? 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിൻ്റെ പ്രമേയം എന്താണ്? ഫാമിലീസ് ഇൻ ഡെവലപ്മെൻറ്റ്, കോപ്പൻഹാഗൻ ആൻഡ് ബീജിംഗ് +25. നെക്സ്റ്റ് വൺ നോക്കാം, COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൗത്ത് സെൻട്രൽ റെയിൽവേ വികസിപ്പിച്ച റോബോട്ടിക് ഡിവൈസിൻ്റെ പേരെന്താണ്? റെയിൽ ബോട്ട്. ഓക്കെ, റെയിൽ ബോട്ട് അല്ലെങ്കിൽ R-ബോട്ട്.
COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൗത്ത് സെൻട്രൽ റെയിൽവേ വികസിപ്പിച്ച റോബോട്ടിക് ഡിവൈസ് ഏതാണ്? റെയിൽ ബോട്ടാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2020 മെയ്യിൽ COVID-19 വിമുക്തമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? 2020 മെയ്യിൽ COVID-19 വിമുക്തമായ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഓക്കെ, ലഡാക്ക് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം. COVID-19-നെതിരെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാക്സിൻ വികസിപ്പിക്കുന്ന അമേരിക്കൻ കമ്പനി ഏതാണ്? മൊഡേണയാണ്. ഓക്കെ, മൊഡേണ. COVID-19-നെതിരെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാക്സിൻ വികസിപ്പിക്കുന്ന അമേരിക്കൻ കമ്പനി മൊഡേണയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മെയ് മാസത്തിലെ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.